ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. മാംഗോ ഫലൂദ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഒരു മാംഗോ വെള്ളമില്ലാണ്ട് നല്ലോണം മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ചേർക്കാൻ പാടില്ല, ശ്രദ്ധിച്ചോളാം, എന്നാലേ നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നാരുള്ള മാംഗോ ഒഴിവാക്കണം. നാരില്ലാത്ത നല്ല മാംഗോയാണ് ഞാൻ എടുത്തുള്ളത്. അത് ഒരെണ്ണം നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തത്. മാങ്ങ ചെറുതാക്കി നുറുക്കിയത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേർമിസെല്ലി നമുക്ക് ഫലൂദ ബേസ് ആക്കിയിട്ട് ഇടാനായിട്ട് വേവിച്ചിട്ടിടാം നമുക്ക്. പിന്നെ നട്ട്സ്, ഇതിപ്പോൾ ഞാൻ എടുത്തുള്ളത് കാഷ്യൂനട്ട്, ബദാം പരിപ്പ്, ഉണക്കമുന്തിരി എടുത്തുള്ളത്. റോസ് സിറപ്പ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നല്ല ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉള്ള സാധനം കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. പിന്നെ കസ്കസ് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തി വെച്ചു. ഞാൻ ഒരു 10 മിനിറ്റ് മുന്നേ കുതിർത്തി വിട്ടു. പാലും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാൽപ്പൊടി 2 ടേബിൾ സ്പൂണോളം ചേർക്കണം. കണ്ടൻസ്ഡ് മിൽക്കാണ് വേണ്ടത്. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കണ കാരണം നമുക്ക് പാൽപ്പൊടിയും പാലും വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. പാൽപ്പൊടി ഇതിലേക്ക് പാലിലേക്ക് പാൽപ്പൊടി ചേർത്ത് നമുക്ക് ഒന്ന് തിക്കായിട്ട് ഇളക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട കൂടാണ്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി നല്ലോണം യോജിപ്പിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാല് ചൂടാക്കിയിട്ട് ചേർത്താലും മതി. പഞ്ചസാരയും പാൽപ്പൊടിയും തമ്മിൽ അലിഞ്ഞ് ചേർന്നോളൂ. അതിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ചെയ്യണമെന്നുള്ളൂ. അല്ലെങ്കിൽ വേറൊരു പാത്രം എടുത്ത് പാല് ചൂടാക്കി അതിലേക്ക് പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി നന്ന് ചൂടാക്കി ഒന്ന് മിക്സിയിലേക്ക് എടുക്കുക. നമ്മുടെ പാൽപ്പൊടി ഒക്കെ അലിഞ്ഞ് ചേർന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് വെർമിസെല്ലി ആദ്യം നമുക്ക് വേവിക്കാൻ നോക്കാം. ഞാൻ കുറച്ച് വെള്ളം, വെർമിസെല്ലി വേവാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, 1 കപ്പ് വെള്ളം. വെന്തെടുത്തതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോഴാണ് ഒന്ന് തൊടാണ്ടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് തള വന്നിട്ട് നമുക്കതിലേക്ക് ചേർക്കാം. തള വന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചാൽ വെർമിസെല്ലി ഇടാം. അധികം വേവണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിളച്ച് വന്നാൽ മതി. അപ്പോഴാണ് നമുക്ക് എടുക്കാം. അപ്പം തന്നെ വെന്തോളും. അധികം വേവാണ്ടായാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും. വെന്ത് അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കടിക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു തിളക്കിനോടുകൂടി നമുക്ക് കോരിയെടുക്കാം. തള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെർമിസെല്ലി സെക്കൻഡ് കൂടി തിളയ്ക്കണം. എന്നിട്ട് വേണം നമുക്ക് കോരിയെടുക്കാനായിട്ട്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ളൂ. ഒന്നും കൂടി ഒന്ന് തിളച്ച് മറയണം. ഇത് നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് കോരിയെടുക്കാം. തിളച്ച് മറിഞ്ഞ് വേവണം. ഇപ്പം കടിക്കാനായിട്ട് വന്നാലേ നമുക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് കോരിയെടുക്കണം. ഇതൊക്കെ കണ്ട കടിക്കാൻ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൽ ചേർക്കാം. അപ്പം ഒന്ന് തൊടാണ്ട് തന്നെ കിട്ടും. അപ്പം നമ്മുടെ വെർമിസെല്ലി നല്ല കണ്ട ക്ലീനായിട്ട് കിട്ടും. ഒന്ന് തൊടാണ്ട് കിട്ടും. ഇതെല്ലാം ഞാൻ സ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം. തണുത്ത വെള്ളത്തിൽ ഇട്ടപ്പോൾ കണ്ടില്ലേ വെർമിസെല്ലി ഇത് എങ്ങനെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പശപ്പും ഒട്ടിപ്പൊക്കെ മാറി നല്ല ഇങ്ങനെ ഒന്നും തൊടാണ്ട് കിട്ടും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വേണം നമുക്ക് ഫലൂദയിലെ ഇടയിൽ ഫില്ലിംഗ് ആയിട്ടിടാൻ. ഞാൻ മുഴുവൻ സ്ട്രെയിൻ ചെയ്തിട്ടെടുക്കാം. ആദ്യം ഫലൂദ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി നീളമുള്ള ഒരു പ്ലെയിൻ ഗ്ലാസ് എടുക്കുക. ഫലൂദയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് ഇങ്ങനെ നീളമുള്ള ഗ്ലാസ്. അതിലേക്ക് ഞാൻ എടുത്തുള്ളത് റോസ് സിറപ്പ് ജസ്റ്റ് ഫോർ ഭംഗിക്ക് അത് ഒഴിച്ചു. പിന്നെ നമുക്ക്
ഫലൂദയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സേമിയ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർക്കാം. അത് കുറച്ച് ചേർത്തു. അപ്പം നമുക്ക് പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് കസ്കസ്. നീളമുള്ള സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചേർക്കാം. കസ്കസ് ചേർത്തു. അതിന് ശേഷം നമുക്ക് മാംഗോ നമ്മൾ പ്യൂരി ചേർക്കാം. അതിനുശേഷം നമുക്ക് മാംഗോ നമ്മൾ ചെറുതായി കട്ട് ചെയ്തത് 4 ചേർക്കാം. അതിനുശേഷം നമുക്ക് നട്ട്സ് കുറച്ച് ചേർക്കാം. നമ്മളെടുത്ത് വെച്ച നട്ട്സ്, മുന്തിരി, പിന്നെ ബദാം പരിപ്പ്. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച പാല് സ്പൂൺ കൊണ്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കിന് പകരം ഞാൻ പാലും പാൽപ്പൊടി പഞ്ചസാരയും കൂടി ചേർത്താണ് അത് കുറച്ച് ഒഴിക്കും. ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇതിലേക്ക്. ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് തയ്യാറാക്കിയുള്ളത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ സേമിയ ചേർക്കാം. അതിനുശേഷം മാംഗോ പ്യൂരി ചേർക്കാം. അതിനുശേഷം നമുക്ക് ഐസ്ക്രീം ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർത്തിട്ടുണ്ട്. അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ടേസ്റ്റും കിട്ടാനായിട്ട്. അതിൻ്റെ മേലെ നമുക്ക് മാംഗോ കൂടി ചേർക്കാം. നമ്മുടെ മാംഗോ ഫലൂദയാണ് അറിയാനായിട്ട്. അപ്പോൾ നമ്മുടെ മാംഗോ ഫലൂദ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫലൂദ തയ്യാറായിട്ടുണ്ട്. ഗ്ലാസ് വലുതായി അതിനനുസരിച്ച് നമുക്ക് നല്ല നീറ്റായിട്ട് തയ്യാറാക്കാം. ഇതിപ്പോൾ നല്ല നമ്മുടെ എല്ലാ ലെയറും കാണാൻ പറ്റും. റോസ്, അതുപോലെ സേമിയയുടെ കസ്കസ്, മാംഗോ പ്യൂരി, പിന്നെ അതിൻ്റെ നട്ട്സ് എല്ലാം അതുകൊണ്ട് മുകളിൽ വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി ഐസ്ക്രീം. ഫലൂദ എന്ന് പറയുമ്പോൾ ഐസ്ക്രീം ചേർക്കണ കാരണം ചേർത്തതാണ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.